പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ കൂടി ഉൾക്കൊള്ളണം എന്നതാണ് ഇടതുമുന്നണിയുടെ എക്കാലത്തെയും നിലപാട് എന്ന് പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നുണ്ട്. അതാണ് നിലപാടെങ്കിൽ ഈ 80:20 എന്ന അനുപാതം നിലനിർത്തുക എന്നതായിരിക്കില്ലേ നിങ്ങളുടെ നയം, തീരുമാനം? അപ്പോൾ ഈ കോടതി വിധിയെ ഒരു തിരിച്ചടിയായി കാണുന്നുണ്ടോ സർക്കാർ? ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യം തന്നെ സ്നേഹാദരണീയനായ ഫാദർ ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തോട് പ്രതികരിച്ചുകൊണ്ട് തുടങ്ങാം. ന്യൂനപക്ഷങ്ങൾക്ക് അല്ല ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ, സ്കോളർഷിപ്പ് ഉൾപ്പെടെ. അതെ, ഇന്ത്യയിൽ ന്യൂനപക്ഷം ക്രിസ്ത്യൻ മതസമുദായം ന്യൂനപക്ഷമാണ്, ഹിന്ദു മതസമുദായം ഭൂരിപക്ഷമാണ്. പക്ഷെ അതിലെ ഭരണഘടനാപരമായ സംവരണാനുകൂല്യങ്ങൾ ഉള്ളത് അതിലെ പിന്നോക്കക്കാർക്കാണ്, ഹിന്ദു സമുദായത്തിലെ മുന്നോക്കക്കാർക്ക്. അതുകൊണ്ട് ക്രിസ്ത്യൻ എന്നൊരു സാമാന്യവൽക്കരണത്തിലേക്ക് ഈ റിസർവേഷൻ വിഷയത്തെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഹിന്ദു എന്ന സാമാന്യവൽക്കരണത്തിലേക്ക് റിസർവേഷൻ വിഷയത്തെ നമുക്ക് കൊണ്ടുപോകാം, അതിലെ പിന്നോക്കക്കാർക്കാണ്. ആ പിന്നോക്കക്കാരാണ്, ക്രിസ്ത്യൻ സമുദായത്തിലെ പിന്നോക്കക്കാരാണ് ലാറ്റിൻ കത്തലിക്കരും അതേപോലെ പരിവർത്തിത ക്രിസ്ത്യാനികളും. വളരെ അവശ്യ നിലയിൽ കഴിയുന്ന അവസ്ഥ ഉള്ള ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യും. നമ്മുടെ കോടതി വിധി അത് സാമാന്യമായി വായിച്ചു പോകുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താ അത്? ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ ഭാഗമായി ഇവിടെ ആവിഷ്കൃതമായ ഈ പദ്ധതികളും സംവിധാനങ്ങളും അതിന്റെ ചരിത്രപരമോ അതിന്റെ സാമൂഹ്യ പ്രധാനവുമായ വിഷയങ്ങളെ കാണുന്നില്ല. കോടതി എവിടെയാണ്? തുല്യനീതി എന്ന ഒരു താർക്കിക യുക്തിയിലാണ്. ആ താർക്കിക യുക്തി, അത്തരത്തിലുള്ള യുക്തികളോട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റില്ല. തുല്യനീതി പറയാണ്. തുല്യനീതി എന്ന് പറയുമ്പോൾ നമ്മുടേതുപോലൊരു സമൂഹത്തിൽ ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം പോയ ആളുകളുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവർക്ക് മുകളിലോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. ഈ വിഷയമാണ് 2004 UPA സർക്കാർ, ഗോപികൃഷ്ണൻ, ഇടതുപക്ഷം പിന്തുണ കൊടുത്ത ഗവൺമെന്റാണത്. ആ ഗവൺമെന്റ് ഇടതുപക്ഷം പിന്തുണ കൊടുക്കുമ്പോൾ മുന്നോട്ട് വെച്ച ഉപാധികളിൽ ഒന്നാണ് നമ്മുടെ മിനിമം കോമൺ പ്രോഗ്രാമിലെ ഒരു പരിപാടിയാണ് എന്ത്? ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നേരിടുന്ന പിന്നോക്കാവസ്ഥയും അരക്ഷിതാവസ്ഥയും പ്രത്യേകിച്ച് ഭൂരിപക്ഷ വർഗീയത ഹിംസാത്മകമായി അവരെ വേട്ടയാടുന്ന ഒരു സാഹചര്യത്തില് അത് പ്രത്യേകമായി പഠിച്ച് ഭരണഘടനാപരമായി അതിന് പരിഹാരം ഉണ്ടാക്കണം. ന്യൂനപക്ഷ പരിരക്ഷക്കപ്പുറത്ത് പിന്നോക്ക വിഭാഗങ്ങളുടെ നിരക്ക് അവർ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെയാണ് ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ കമ്മീഷനായി നിയോഗിക്കപ്പെടുന്നത്. ആ റിപ്പോർട്ട് വരുന്നത് ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും വളരെ മുൻകൈയെടുത്തു. കേരളവും ബംഗാളിലും അവിടുത്തെ റിസർവേഷൻ മാനദണ്ഡങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്നു. ഇവിടെയും മുൻകൈയെടുത്തു ഈ സംവിധാനങ്ങൾ ഉണ്ടായി. ഇപ്പൊ വന്നിരിക്കുന്നത് സംവരണാനുപാതത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഈ സംവരണാനുപാതം വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 2011 ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എത്തുന്നത് ഈ പിന്നോക്ക വിഭാഗങ്ങളെ, ന്യൂനപക്ഷ സമൂഹത്തിലെ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്താണ്, 20% വരുന്ന ലത്തീൻ കത്തോലിക്കരും അതേപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യാനികളുടെയും പ്രശ്നമുണ്ട്. അത് വളരെ സതുദ്ദേശപരമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ പലരും ഉന്നയിച്ച, ഞാൻ നേരത്തെയൊക്കെ പങ്കെടുത്ത ചർച്ചയിൽ പലരും ഉന്നയിച്ച പോലെ അത് സവിശേഷമായി പഠിക്കേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും JB കോശി കമ്മീഷൻ, ജസ്റ്റിസ് JB കോശി അത്തരം ഒരു റിപ്പോർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ അതിന് പരിഹാരം ഉണ്ടാവും. ഞാൻ ഒറ്റ കാര്യം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. സാമൂഹ്യമായുള്ള പിന്നോക്കാവസ്ഥ അത് വിവിധ വിഭാഗങ്ങൾക്ക് അതിന്റെ ഭാഗമായി കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ പലപ്പോഴും അസന്തുലിതം ഉണ്ടാവും. നമ്മുടേതൊരു ഭൂഷാ സമൂഹമാണല്ലോ. ആ അസന്തുലിതങ്ങൾ എന്താണ്? സംഘർഷാത്മകമായ ഒരു കോൺഫ്ലിക്ട് സ്പിരിറ്റിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാൻ പാടില്ല. അല്ല, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഞാൻ ആ ഭാഗങ്ങളോടൊക്കെ താങ്കളോട് യോജിക്കുന്നു. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാജ്യത്ത് തന്നെ മുസ്ലിം സമുദായം നേരിടുന്ന പിന്നാക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച സച്ചാർ കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങളും അതിന്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച പാലോളി കമ്മീഷന്റെ ശുപാർശകളും നിർദ്ദേശങ്ങളും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെയാണ് താങ്കൾ എത്തുന്നതിന് തൊട്ട് മുൻപ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധി PMA സലാം പറഞ്ഞത് മുസ്ലിങ്ങളുടെ സവിശേഷമായ സാഹചര്യത്തെ, പിന്നാക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുകയും ആ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ വേണ്ടി എടുത്ത നടപടികളിൽ വെള്ളം ചേർത്തുകൊണ്ടാണ് 80:20 എന്ന അനുപാതം എന്ന ആശയം തന്നെ വന്നത്. അതിന് ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനാണ് എന്ന് നേരത്തെ ശ്രീ PMA സലാം താങ്കൾ വരുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു. അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളെ, അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള സങ്കീർണതകളാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കൾ പറഞ്ഞു ഇത് താർക്കിക
യുക്തിയിലാണ് ഹൈക്കോടതി ഈ കാര്യങ്ങൾ പരിഗണിച്ചിരിക്കുന്നതെന്ന്. ശരിയായിരിക്കാം. അതിൽ ഹൈക്കോടതി പറയുന്ന ഒരു ഭാഗം, ഹിയർ ഈസ് എ കേസ് വെർ വിത്തൌട്ട് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ എൻടൈറ്റിൽമെന്റ് ഓഫ് ദ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി വിത്തിൻ ദ സ്റ്റേറ്റ് അവൈലബിൾ ഫ്രം ദ പോപ്പുലേഷൻ റേഷ്യോ, സ്റ്റേറ്റ് ഈസ് ഇൻഡൾജിംഗ് ഇൻ പ്രൊവൈഡിംഗ് സ്കോളർഷിപ്പ് ടു ദ മുസ്ലിം മൈനോറിറ്റി കമ്മ്യൂണിറ്റി at 80%, which according to us is an unconstitutional act and unsupported by any law. Mere executive orders issued by the state government cannot overreach the provisions of the Minority Commissions Act 1992 and 2014 and the imperatives contained under the provisions of the Constitution of India discussed above എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിധി ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുന്നത്. അത് PMS രാമന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഈ കാര്യത്തിൽ നമ്മളൊരു തർക്കം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യവും. വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് ഈ 20% കേരളത്തിന്റെ ഒരു സാമൂഹ്യ സന്തുലിതത്തെയൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ഒരു പ്രൊവിഷൻ വന്നിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട പലരുമായിട്ട് എനിക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടായി. പാലോളി കമ്മീഷൻ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇങ്ങനെ ഒരു നിർദ്ദേശമില്ല. ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു സജഷൻ, ഒരു പ്രപ്പോസൽ കൊണ്ടുവരികയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട ഒരു വിഷയം സവിശേഷമായി ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം വേണം. ആ പഠനം ഇപ്പം നടത്തിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായല്ലോ. പറയാം, കേൾക്കുന്നു. പറഞ്ഞു നോക്കൂ. കേൾക്കുന്നു. ഇപ്പൊ സംവരണാനുപാതത്തെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് നമ്മൾ ഇടതു മുന്നണിയും വലതു മുന്നണിയും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ ഒരു സാമൂഹ്യ അസന്തുലിതം പരിഹരിക്കാനുള്ള വളരെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള സങ്കീർണതകൾ നിയമത്തിന്റെ നമുക്കറിയാലോ. 57 ഭൂപരിഷ്കരണ നിയമം അന്നത്തെ ഗൗരിയമ്മ കൊണ്ടുവന്നപ്പോൾ കോടതിയിൽ പോയില്ലേ? നമുക്കെല്ലാം അറിയാവുന്നില്ലേ? അതൊക്കെ എന്തെല്ലാം തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടാണ് നമ്മൾ യാഥാർത്ഥ്യമാക്കിയത്. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ വാശിയോടുകൂടി, ഒരു പ്രതിപക്ഷ സ്പിരിറ്റോടുകൂടി ഈ കാര്യത്തെ കാണാതെ ഇത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കണം, സാമൂഹ്യ പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടാവണം. അതിന് നമുക്ക് സാമൂഹ്യ നീതി അനുസരിച്ചാണ്, ഭരണഘടനയുടെ സാമൂഹിക തത്വങ്ങൾ അനുസരിച്ചിട്ടാണ് സർക്കാർ കമ്മിറ്റിയും രംഗനാഥൻ മിശ്ര കമ്മിറ്റിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ കമ്മിറ്റിയെ നിയമിക്കാൻ ഭരണഘടനാപരമായ അനുമതി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്ത് സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. ഇവിടെ കോടതി കാണാതെ പോയ ഒരു കാര്യം എന്താണ്? ഈ കമ്മീഷൻ, സർക്കാർ കമ്മിറ്റി വന്നതെങ്ങനെ, അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പാലോളി കമ്മിറ്റി വന്നതെങ്ങനെ, ഈ പാലോളി കമ്മിറ്റിക്ക് ശേഷം ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ 10-15 വർഷം കഴിഞ്ഞ് പോയി ഇത് നടപ്പാക്കുക ഈ സംസ്ഥാനത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിക്ക് ഇങ്ങനെ ഒരു യുക്തി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ, ഭരണഘടനാപരമാണോ, മൈനോറിറ്റി കമ്മീഷൻ ആക്ടിന് വിരുദ്ധമായിട്ടുള്ളതാണോ എന്നെല്ലാം പരിശോധിച്ച് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാം. അതേപോലെ തന്നെ എന്താണ്, AB കോശി കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴേക്കും ക്രിസ്ത്യൻ സമൂഹത്തിനകത്തുണ്ടായിരിക്കുന്ന ഈ വിഷയത്തിലുള്ള ഒരു ഉത്കണ്ഠ, അവരുടെ ആശങ്ക, അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണപരമായ നടപടികൾ നിയമപരമായി തന്നെ നമുക്ക്. ശരി. അല്ല, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, താങ്കൾ പറഞ്ഞ ഒരു ഭാഗത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കേരളത്തിൽ സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് ചെന്നെത്തുന്ന തരത്തിൽ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല. ഞാൻ പൂർണ്ണമായും അതിനോട് യോജിക്കുന്നു. അതേസമയം തന്നെ പാലോളി മുഹമ്മദ് കുട്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ ഉൾക്കൊള്ളണം എന്നതായിരുന്നു LDF നിലപാടെന്നും താങ്കൾ നേരത്തെ ഇത് ആവർത്തിച്ചു. അതുകൊണ്ടാണ് 80:20 എന്ന അനുപാതത്തെക്കുറിച്ച് പോലും സർക്കാർ ആ ഘട്ടത്തിൽ, ആ സവിശേഷ സാഹചര്യത്തിൽ ചിന്തിച്ചത്. അത് വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണെന്ന് താങ്കൾ സമ്മതിക്കുകയും ചെയ്തു. അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഈ വിധിയെ നിങ്ങൾ കാണുന്നത് എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഒരു ഇടതുപക്ഷ പ്രതിനിധി എന്ന നിലയിൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണോ ഈ വിധിയെ നിങ്ങൾ സമീപിക്കുക? സർക്കാർ കമ്മിറ്റി രൂപം കൊണ്ടതും അതിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നതും ഒക്കെ സവിശേഷമായ ഒരു ഉത്തരവാദിത്തമാണ്. ആ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് നടന്നിരിക്കുന്ന മുസ്ലിം പിന്നോക്കാവസ്ഥക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തെ സംബന്ധിച്ച പഠനം, ഞാൻ സർക്കാർ കമ്മിറ്റി പാലോളി കമ്മിറ്റിക്ക് അപ്പുറത്ത് പരീക്ഷത്തിന്റെ കേരള പഠനം തന്നെ ഇത് വളരെ വളരെ ഭീതിതമായ ചില വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ SC/ST വിഭാഗത്തെക്കാൾ പിന്നോക്കാവസ്ഥ മുസ്ലിം സമൂഹം നേരിടുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ആ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമുക്ക് ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുക. പക്ഷെ 15 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്ന മാറ്റങ്ങളെയും കൂടി നമ്മൾ കാണണം. ആ മാറ്റങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു സമീപനമാണ് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവുന്നത്. നമ്മൾ നേരത്തെ സ്വീകരിച്ചിരിക്കുന്ന നടപടി, ഈ കാര്യത്തിലുള്ള നടപടികൾ എല്ലാം തന്നെ, നമ്മൾ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ വർഗീയമായി വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല ക്ഷേമനിധി, ഇവിടെ തുന്നൽ തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും ക്ഷേമനിധിയുണ്ട്. അതുപോലെ തന്നെ ഒരു തൊഴിൽ ചെയ്യുന്നവരാണ് മദ്രസ വകുപ്പ്,
അത് മതപരമായ ഒന്നായിട്ട് കാണാം. ദേവസ്വം പണിയെടുക്കുന്ന അമ്പലവാസികളായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഉണ്ട്. പക്ഷെ ഇത് വർഗീയമായി ഉന്നയിക്കുകയും ഇടതുപക്ഷ സർക്കാർ അതിന്റെ ന്യൂനപക്ഷ മന്ത്രി KT ജലീൽ സർക്കാരിന്റെ പണം ഒരു നയാ പൈസ ഒരു ചില്ലി പൈസ ഒരു സർക്കാർ പൈസ പണമെടുക്കാതെയാണ് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വിവാദപരമാക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലം കേരളത്തിലും ഇന്ത്യയിലുമുണ്ട്. വളരെ വർഗീയ ലക്ഷ്യത്തോടു കൂടി ഈ കാര്യങ്ങളെ കാണുന്ന അവരുടെ ട്രാപ്പിലേക്ക് ഈടുപോകാൻ പാടില്ല ഉത്തരവാദപ്പെട്ട മതപ്രതിനിധികളും രാഷ്ട്രീയ പ്രതിനിധികളുമെല്ലാം എന്നുള്ളതാണ് ഞാൻ ഒന്നുന്ന പ്രശ്നം. ഈ പ്രശ്നത്തിന് കൃത്യമായിട്ട് നിയമാനുസൃതമായി പരിഹാരം ഉണ്ടാക്കും. ആ നിയമം അനുസരിക്കുന്ന രീതിയിൽ തന്നെ അത് പരിഹരിക്കാൻ. ശരി, ഞാൻ ഏതായാലും താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ കാസിം ഇരിക്കൂർ, ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന INL-നെയാണ് താങ്കൾ ഈ ചർച്ചയിൽ പ്രതിനിധീകരിക്കുന്നത്. മുഖ്യമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ മുൻമന്ത്രി KT ജലീൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ, സംശയങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ഈ ക്ഷേമ പദ്ധതികളുടെ വിതരണം സംബന്ധിച്ചൊക്കെയുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ സംബന്ധിച്ച് വിവിധ തലങ്ങളിൽ ചർച്ച നടക്കുമ്പോൾ അതിനെല്ലാം അപ്പുറത്ത് ഇതിന് കൃത്യമായൊരു ദിശാബോധം നൽകാൻ പ്രാപ്തിയുണ്ട് ഈ സർക്കാരിനെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത്. അതിനൊരു ഗൗരവം വന്നിരിക്കുന്നു എന്നാണ്. INL-ന് ഈ കാര്യത്തിൽ 80:20 എന്ന അനുപാതത്തെ സംബന്ധിച്ച് ഹൈക്കോടതി ഇറക്കിയിരിക്കുന്ന വിധിയിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുക? ഇത് ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യം വിതരണം ചെയ്യുന്നതിൽ സന്തുലനം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് ക്രൈസ്തവ സഭകൾ സമീപനമെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കും? ആദ്യമായി ഈ വിധിയുടെ ഒരു അവലോകനം നടത്തിക്കഴിഞ്ഞാൽ അവധാനത വേണ്ടത്ര ഇല്ലാത്ത ഒരു വിധിയാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പഠനങ്ങളും പാലോളി കമ്മിറ്റിയുടെ അവലോകനങ്ങളെല്ലാം തന്നെ കുറേ വസ്തുതകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ VS ഗവൺമെൻറ് ഇത്തരമൊരു സ്കോളർഷിപ്പ് സ്കീം നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആദ്യം ഒരു ന്യൂനപക്ഷ സെല്ലുണ്ടാക്കുന്നു, അവസാനം അത് ഒരു ന്യൂനപക്ഷ വകുപ്പായി മാറ്റുന്നു. ഒരു കാര്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ മാത്രമല്ല സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പലതരത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിക്കുകയുണ്ടായി. വിദ്യാഭ്യാസപരമായി, തൊഴിൽപരമായി, അതുപോലെ സാമ്പത്തികമായി എല്ലാം തന്നെ മുസ്ലിങ്ങൾ വളരെ പിന്നോക്കമാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തെ മൊത്തത്തിൽ ഞെട്ടിക്കുന്ന വിധത്തിലാണ് ആ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. അതായത് ഇന്ത്യയിലെ അധസ്ഥിതരായ ദലിതരെക്കാൾ വളരെ പിറകിലാണ് പല കാര്യങ്ങളിലും എന്ന് അവർ മനസ്സിലാക്കി കൊടുത്തു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, അന്നത്തെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം, അതുപോലെ തന്നെ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ് തുടർ ഭരണത്തിന് വേണ്ടി ശ്രമിച്ചൊരു കാലഘട്ടത്തിൽ നേരത്തെ കുഞ്ഞിക്കണ്ണൻ സൂചിപ്പിച്ചതുപോലെ 62-64ഓളം LDF ഇടതുപക്ഷ MP-മാരുടെ പിന്തുണയോടുകൂടി വന്ന ഒന്നാം UPA ഗവൺമെൻറ്റാണ് അന്നത്തെ മാനവശേഷി മന്ത്രി യശസ്വീനായ അർജുൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന കുറേ ആശയങ്ങൾ വരുന്നത്. പലതരത്തിലുള്ള പുരോഗമനപരമായ ക്രിയാത്മകമായ നടപടികളുണ്ടായി. അലിഗർ യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും, അസാമിലും അതുപോലെ തന്നെ ബംഗാളിലും തന്നെ കുറേ സ്കീമുകളുണ്ടായി. കേരളത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ LDF ഗവൺമെൻറ് പാലോളി കമ്മിറ്റിയെ നിയമിക്കുന്നത്. വളരെ സുദീർഘമായ പഠനം നടത്തി, ആഴത്തിൽ പഠനം നടത്തി, എല്ലാ മതജാതി വിഭാഗങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു, സാമൂഹിക വിദ്യാഭ്യാസ വിഷയം ഉൾപ്പെടുത്തിയിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിഭാഗങ്ങളിലെ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായ സമന്വിതിക്ക് വേണ്ടി സ്കോളർഷിപ്പ് ഏർപ്പെടുത്തുന്നത്. ഒരു കാര്യം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഫണ്ടിൽ നിന്നല്ല ഈ സ്കോളർഷിപ്പ് നടപ്പാക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഫണ്ടിൽ നിന്നാണെങ്കിൽ അതിൻ്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ മറ്റ് യാതൊന്നും നോക്കാതെ ചെയ്യുന്നതാണ്. ഇതൊരു പ്രത്യേക ഫണ്ട് ഉണ്ടാക്കിയിരിക്കുക. അവസാനം ന്യൂനപക്ഷ വകുപ്പ് ഉണ്ടാക്കിയപ്പോഴും തന്നെ അതിന് പ്രത്യേക എമൗണ്ട് അലോട്ട് ചെയ്യുകയിരിക്കുക. ഇത്തരം ഒരു ഘട്ടത്തിൽ വളരെ നന്നായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ
മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഒരു പദ്ധതി ഉള്ളത് എന്നുള്ള പ്രചാരണമുണ്ടായി. യഥാർത്ഥത്തിൽ തെറ്റായ പ്രചാരണമാണ്. പരിവർത്തിത ക്രൈസ്തവർക്കൊക്കെ വേണ്ടി ഇവിടെ ബോർഡ് ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റ കാര്യം ഞാൻ ഒരൊറ്റ കാര്യം ഈ പോയിന്റിലേക്ക് വരാൻ വേണ്ടി മാത്രം ഒന്ന് ഇടപെടുകയാണ് താങ്കളുടെ അനുവാദത്തോടു കൂടി. അതായത് ഈ നമ്മളിപ്പോൾ താങ്കൾ പറഞ്ഞ ഈ സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളായിരുന്നു, തർക്കമില്ല. അതിനുശേഷം അതിന്റെ വെളിച്ചത്തിലാണല്ലോ പാലുളി കമ്മീഷൻ കാര്യങ്ങൾ പഠിച്ചത്. പാലുളി കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ പെടുന്നതല്ലല്ലോ ശ്രീ കാസിമീർ ക്യൂറി 80:20 എന്ന അനുപാതം. അത് പിന്നീട് വന്ന കാര്യമാണല്ലോ. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വെളിച്ചത്തിൽ പാലുളി കമ്മീഷന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് നടപ്പാക്കപ്പെട്ടതെങ്കിൽ, അതിന്റെ ശരിയായ ട്രൂ സ്പിരിറ്റിലായിരുന്നു അത് നടപ്പാക്കപ്പെട്ടതെങ്കിൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനായിരുന്നു അത് നടപ്പാക്കപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നല്ലോ. അവിടെയാണ് പ്രശ്നം. അന്ന് ആ ഓർഡർ ഇറക്കിയ അവസരം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് മുസ്ലിം വിഭാഗങ്ങൾ ഇതുവരെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ ആനുകൂല്യത്തിൽ നിന്ന് കാര്യമായ കോട്ടമൊന്നും തട്ടാതെ 10 മുതൽ 20% വരെ ചില വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് ഉത്തരവിറക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഇത് 2011 LDF ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നീട് ഇത് നടപ്പിലാക്കുന്നത് UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ഒരു ആശയമാണ് അന്ന് കൊണ്ടുവന്ന ഉത്തരവോടുകൂടി വരുന്നത്. പക്ഷെ അവിടെയല്ല പ്രശ്നം ഇപ്പോൾ വരുന്നത്. ഇതുവരെ ആരും ഇതിൻ്റെ പേരിൽ ബഹളം വെച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള അല്ലെങ്കിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ ഏറ്റുമുട്ടിക്കുന്ന തരത്തിലുള്ള ചില രാഷ്ട്രീയങ്ങൾ ഇവിടെ പറ്റുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട ഫാദർ പറയുകയുണ്ടായി സാമൂഹ്യ നീതി, തുല്യത. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, TMA പേ കേസിൽ വളരെ അർത്ഥവത്തായ രീതിയിൽ, വളരെ വ്യക്തമായ രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, 9 അംഗ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്, സാമൂഹ്യ നീതി, തുല്യത എന്നൊക്കെ പറയുന്നത് തുല്യവർ തമ്മിലാണ്. അതേ സമയത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾ മറ്റ് ജനവിഭാഗങ്ങളായി നോക്കുന്ന സമയത്ത് സാമൂഹ്യപരമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് നിൽക്കുന്നത്. അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി വല്ല പദ്ധതിയും ആവിഷ്കരിച്ചേ പറ്റൂ. ആർട്ടിക്കിൾ 14 തുല്യർ തമ്മിലാണ്, അല്ലാണ്ട് സമാനതകൾ ഇല്ലാത്തവർ തമ്മിലല്ല. ആ കാര്യവും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് അണിയറക്ക് പിന്നിൽ. ആ ദുഷ്പ്രചാരണങ്ങളുടെ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതി വസ്തുതകൾ മുൻവെച്ചുകൊണ്ടായിരുന്നു വിധി പറയേണ്ടിയിരുന്നത്. അതാണ് പറഞ്ഞത്. സർക്കാരാവട്ടെ, സർക്കാർ അഭിഭാഷകരാകട്ടെ, ഓരോ വസ്തുതകളും അതുപോലെ ഈ സ്കീം നടപ്പാക്കിയ ചരിത്ര പശ്ചാത്തലം വിവരിച്ചെടുത്ത്. പക്ഷേ ഹൈക്കോടതി അതൊന്നും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞ നീതിപരമായ ചില യുക്തികൾ എടുത്തു. പക്ഷെ ആ യുക്തികൾ യഥാർത്ഥത്തിൽ കുറേ യാഥാർത്ഥ്യങ്ങളെ മറന്നു. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായുള്ള തകരാറ് വിധിയിലാണ്, മറ്റുള്ളവരിലല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ഈ വിധിയിൽ കുറേ മാനങ്ങളുണ്ട്. ആ മാനങ്ങൾ പഠിച്ചതിന് ശേഷം എങ്ങനെ തിരുത്താൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ തുടർ നടപടി മുന്നോട്ട് പോകാൻ പറ്റും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമെന്നുള്ളത്. ഒരു കാര്യം എനിക്ക് INL എന്താണ് ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്, അതാണ് എനിക്ക് ഇൻ ഷോർട്ട് അറിയേണ്ടത്. INL ഈ കാര്യത്തിൽ എന്താണ് ആവശ്യപ്പെടുന്നത്? ഒന്ന്, ആവശ്യപ്പെടുന്നത് ഈ സ്കീമുണ്ടല്ലോ, സ്കോളർഷിപ്പ് സ്കീം മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഒരിക്കലും തന്നെ വിസ്മരിക്കാൻ പാടില്ല. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലം വിസ്മരിക്കാൻ പാടില്ല. പാലോളി കമ്മിറ്റി കണ്ടെത്തിയ യാഥാർത്ഥ്യങ്ങളെ വിസ്മരിക്കാൻ പാടില്ല. അതേ സമയത്ത് ഇത്തരമൊരു വിധി വരുന്ന സമയത്ത് അതെങ്ങനെ നീതിപൂർവകമായി ഈ ന്യൂനപക്ഷങ്ങളുടെ എന്ന് പറയുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ, കാരണം കോശി കമ്മീഷനെ വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷ ഗവൺമെൻറ്. കോശി കമ്മീഷൻ്റെ ശുപാർശകൾ വരട്ടെ, അതനുസരിച്ച് എവിടെയെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഭാഗത്തിന് നീതി പൂർണ്ണമായി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പ്രശ്നം പരിഹരിക്കണം. അതല്ലാതെ ഇത്തരം വിധികളെ സ്വാഗതം ചെയ്യുന്നത് വസ്തുനിഷ്ഠമായ. താങ്കൾ പറയുന്നത് മുസ്ലിം മതവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സച്ചാർ കമ്മിറ്റിയും അതിനുശേഷം പാലുളി കമ്മീഷനും ഒക്കെ പറഞ്ഞ അവരുടെ പ്രശ്നങ്ങളെ പ്രത്യേകമായി പരിഗണിക്കുകയും ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അധ്യക്ഷനായിട്ടുള്ള കമ്മീഷൻ ക്രിസ്തീയ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് അതിനനുസൃതമായ പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്നതാണല്ലോ താങ്കൾ പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മുടെ മുന്നിലുള്ള ഒരു പ്രശ്നം, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ വിവേചനം ഉണ്ടാകാൻ പാടില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അതിനോടുള്ള സർക്കാരിന്റെ സമീപനം എന്തായിരിക്കണം? INL എന്ത് പറയും? അവിടെയാണ് പ്രശ്നം. ആ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ നിരീക്ഷണം
ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം ഒരിക്കലും തന്നെ യോജിക്കാൻ പറ്റാത്തതാണ്. കാരണം വളരെ വ്യക്തമായി സംവരണം എന്നുള്ള സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹ്യപരമായി മറ്റ് തലത്തിൽ പിന്നോക്കം നിൽക്കുന്നവരുടെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയാ. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീമേ കേസിന്റെ വിധിയിൽ കോടതി ഒന്ന് പരാമർശിക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റായിട്ട് താങ്കൾ പറയുമോ സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? ശ്രീ കാസിം ഇരിക്കൂർ, സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? സർക്കാർ ഈ വിഷയത്തിൽ നേരത്തെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞത് വിശദമായി പഠിക്കട്ടെ എന്നാണ്. ഞാൻ ചോദിക്കുന്നത് INL-ന്റെ അഭിപ്രായമാണ്, INL-ന്റെ നിലപാടാണ്. പഠിക്കണം. അതിന് വിഷയം INL-ന്റെ നിലപാട് വിഷയം പഠിച്ചും കൊണ്ട്, അതായത് നിലവിലുള്ള മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. ഹൈക്കോടതിയുടെ വിധി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിൽ അല്ലെങ്കിൽ മറ്റ് വിഭാഗങ്ങളിൽ വളരെ ദുർബലരായവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേക സ്കീം. ഈ അനുവാദം തുടരണം. അതേസമയം തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാകണം. അതാണല്ലോ INL-ന്റെ നിലപാട്.